അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മീൻവല കെട്ടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അത് മുന്നേ നമ്മൾ പകുതിയോളം കെട്ടിവെച്ചിനെ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതും ചെയ്ത് എന്നിട്ടൊരു മീനിനെ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ കാണാം. ഇതാണിപ്പോൾ നമ്മൾ ചെയ്തു വെച്ച വല. ചെറിയ കണ്ണി വലയാണ്. അത് ചെറിയ തോടുണ്ടല്ലോ, കൈത്തോട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു വെച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി ബോണിലുള്ള പന്തുണ്ടല്ലോ, പന്ത് കെട്ടേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അതിൻ്റെ പന്താണ് ഇത്. അപ്പോൾ നമുക്ക് ഏതായാലും അത് കെട്ടി ക്ലിയർ ആക്കിയിട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാനുള്ള പരിപാടിയില്ല. കുറേ സമയം കഷ്ടപ്പെടുന്നത്. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ചായ കുടിക്കാൻ നല്ല ബ്രെഡ് വാട്ടിയതാണ് നേരത്തെ ചായൻ്റെ കടി. ബ്രെഡ് വാട്ടിയും ചായയും കട്ടൻ ചായയും. പാലുണ്ട് എന്നാൽ പാൽ ചായ തന്നെ എനിക്ക് കട്ടൻ ചായ. അത് മതി. എനിക്കെന്താ വേണ്ടേ? അപ്പോൾ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ചെറിയൊരു കുമില് കാണിച്ചു തരാം. ഇതെന്താ നല്ലൊരു കുമിലായി പറിച്ചു നോക്കട്ടെ. എന്താ അവസ്ഥ എന്ന് പറയാം. അടിപൊളി സാധനമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചുട്ട് തേടിയും ഉണ്ടാവുമല്ലോ അടുത്ത്. എടുത്തു. പിന്നെ വേണമെന്താ ഒരു ബോൾസ് വീതം. അത് വെച്ചിട്ടാ പദാർത്ഥം. സ്കൂൾ ഇപ്പുറത്ത് തന്നെ. മൊണ്ട് ഫ്ലവർ ഇപ്പുറത്ത് അംഗൻവാടി. അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു വല കെട്ടി വെച്ച് ഇനിയിപ്പോൾ ഒന്നും കൂടി ചെയ്യാനുണ്ട്. 2 വല ഇടേണ്ട ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് മടക്കി വെച്ചിട്ട് അടുത്തേക്ക് കൂടി കെട്ടട്ടെ. അപ്പോൾ അത് കൂടി ചെയ്ത് കാണിക്കാം. ചെയ്ത് വെച്ചൊന്ന് കുടുക്കി വേറെ എടുത്ത് വെക്കട്ടെ. അല്ലെങ്കിൽ മറ്റേത് കെട്ടുമ്പോൾ കുടുങ്ങി പോകല്ലോ. അപ്പോൾ അതും കൂടി കെട്ടിയിട്ട് അടുത്ത കാണാം. അപ്പം എന്തായി? ചെയ്തിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാക്കുന്നുണ്ടോ? ഇനി മീനും കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് പൊടിപ്പൊടിയാക്കാൻ. സംശയമാണ്. ഇതാണ് തോട്. ഇവിടെയൊക്കെ ഒന്ന് വെള്ളം കയറി. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഈ ലെവലിൽ ഇങ്ങനെ വീട് വരെ കയറും വെള്ളം.
ഇപ്രാവശ്യം കേറിയില്ല. അങ്ങനെ നമ്മൾ 2 വലയും ബോൾ കെട്ടി എല്ലാം ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ നമ്മൾ ഇതും കൊണ്ട് അടുത്ത മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. അത് ചെറിയൊരു നമ്മുടെ ചെറിയ തോടുണ്ട്. ആ തോടാണ്. നല്ല ഒലിപ്പുണ്ട്. എന്താവും അറിയില്ല. ആഗ്രഹമുണ്ട് നന്നായിട്ട് വലിയ മീനെല്ലാം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നടക്കും തോന്നില്ല. നല്ല ഒലിപ്പാണ്. എന്നാലും നോക്കട്ടെ, ഇട്ട് നോക്കട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടും. അപ്പോൾ കാണാം. അടുത്ത മീനിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ മീൻ പിടുത്തം തുടങ്ങാൻ പോവാം. അപ്പോൾ come on. ഒലിപ്പുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇത് തുണി അല്ല കച്ചരയാ നല്ല നടക്കുന്നുണ്ട്. അങ്ങോട്ട് മാടിക്കെത്തി രണ്ടാളും തണക്കണ്ടാന്ന് വെച്ചിട്ടാണ് ഇറങ്ങാത്തത്. ഗൈസ് അപ്പോൾ തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഇറങ്ങാത്തത്. ഞാൻ ബടിയാനെ പറഞ്ഞുതരാം. കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒലിപ്പാണ് ഗൈസ്. കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക. കുഴപ്പമില്ലാത്ത നല്ല തണുത്ത വെള്ളമാണ് ഇപ്പം തന്നെ തണുക്കുന്നത്. ഇവിടെയൊക്കെ മീനുണ്ട് കേട്ടോ. ഓടി കളിക്കുന്നുണ്ട്. അയ്യോ, ഇത് വെള്ളം കൂടുതലാണ്. അന്റാർട്ടിക്ക ആഫ്രിക്കയിലും കാണുന്നു തോന്നുന്നു. ഒരു മുഷു മുഷു കേട്ടോ. അല്ല അത് മുഷുവല്ല ഗൈസ്. കാണുന്നുണ്ടോ? ഓ അത്ര മതിയപ്പം. നീ എടുക്കും വേണ്ടതല്ലേ. അങ്ങടലാണ് ഇത്രയും ദൂരത്ത്. എന്തെങ്കിലും നടക്കുക ഗൈസ്. എന്തെങ്കിലും നടക്കും ഇങ്ങനെയാണെങ്കിൽ. വടി ഏത് ചെറിയ വടി വേണ്ട, കുറച്ച് ആടെ കൊടുത്തൊന്നു. കല്ല് വെക്കേണ്ടി വരും. ഭയ്യ അങ്ങനെ അറിയണ്ട. ഞാന് അങ്ങോട്ട് അപ്പുറം പോയി കഴിഞ്ഞാല് ഇങ്ങോട്ട് എടുക്കാലോ. നിങ്ങൾ തടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതാ നമ്മളിതാ അതിനും വലിയതാ. അടുത്ത ബടിയാണ് കേസ്. അറിവ് കാണാനാണ്. ഇങ്ങ് വന്നു കേട്ടാ. അടി പോയിട്ട് ഇങ്ങ് വന്നു. ആ ഓവർ ടൈറ്റ് വേണ്ട. ചുറ്റ അല്ലെങ്കിൽ ചുറ്റിക്ക് വന്നിട്ട് ഉരിപ്പോറാ. ഒരു 2 ഇതാ കിട്ടുമല്ല. എന്നാ ഒന്നും അതും ആ എത്തുന്നുണ്ടാ. എത്തുവാ. അങ്ങനെ മതി. നിൽക്കൂലേ. അപ്പുറത്ത് കല്ല് വെക്കണ്ടേ? കല്ല് വെക്കണ്ടേ. രാവിലെ വരെ ഇങ്ങനെ വെക്കണോ? രാത്രിക്കൊന്ന് തീനോക്കേണ്ടി വരും. ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് അടിയിന്ന്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഗൈസ് ഒന്നിട്ടിട്ടുണ്ട്. അതിൽ മീൻ കിട്ടിയാൽ രക്ഷപ്പെട്ട്. അത് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇട്ടിട്ടുള്ളത്. കിട്ടി ഞങ്ങൾ കാണിച്ചു തരും. അല്ലെങ്കിൽ
എന്താ പറയാ, നമുക്ക് അടുത്ത വല എടുക്കാൻ പോയിട്ടുണ്ട്, അതും കൂടി ഇടാം. 1 കിലോ ഉള്ള മീൻ അടിയുള്ള അതാണ് ബക്കറ്റിലുണ്ട്. അയ്യോ നമുക്കൊരു മീനിടാം. നമുക്ക് ഇപ്പം ആകെ 10 ആയിട്ട് ആകെ 10 ആയിട്ടുള്ളൂ. ടാർഗറ്റ് 50 പോകണം. നമ്മൾ ഇതിന് മീൻ എന്തിനാണ് 10 മീനാണ് വല തിന്നെ തൊട്ട്. അങ്ങനെയല്ല ഇവിടെ മൂന്നാളും ഇതിലേക്ക് കടയിലേക്ക് മുറിച്ചിട്ട് തലയിലേക്ക് കൂടാ. അങ്ങനെ മുറിച്ചിട്ട് തലയിലേക്ക് അവർക്ക് മീൻ വേണോ? ആവൂല് ഇവിടെ നിൽക്കല്ല, ഒരു അരമണിക്കൂർ നിൽക്കും കേട്ടാ. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂറിന്റെ വലിയ മീൻ. നിങ്ങൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട, ഒരു കാര്യം ചെയ്യും, അതിന്റെ കുട അങ്ങ് മുറിച്ചിട്ട് അടിയിട്ട് തലയിൽ വെച്ച് ഇങ്ങനെ ഒടിച്ചങ്ങി അടിയാ മതി. എന്നിട്ട് ഇങ്ങനെ വെക്കും. നമ്മളടാ അങ്ങനെ ഇറങ്ങാറണ്ട, അത് കമ്പി അങ്ങ് പൊട്ടിച്ചടിയിട്ട് ഞാൻ വെച്ച പോലെ വെച്ചാൽ നിങ്ങൾ എവിടെയാണ്? ആദ്യം തന്നെ നമുക്ക് വലിയൊരു മഞ്ഞൾ വലിയ മഞ്ഞളിലൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. മറ്റേ മുകളിൽ കെട്ടുന്ന മറ്റേ ഇതിനോട് ഇതാ അതിനോട് ചുറ്റുന്ന കുറ്റിക്കാൻ വേണ്ടിക്കുന്നത്. എന്നിട്ട് ആ അടിപ്പിച്ചിട്ട് എന്നിട്ട് ആടെ വിൽക്കാൻ കിട്ടും, വിൽക്കിക്കോ. അപ്പം കിട്ടുമ്പോൾ ഇതായിപ്പോയി. എന്നിട്ട് ആടെ കല്ലിന് ഇറുക്കിക്കാൻ വേണ്ടിക്കുന്നു. അങ്ങനെ ആക്കിയിട്ട് കല്ലിന് ഇറുക്കിക്കോ. അത് അങ്ങനെ ഇതാക്കണ്ട, നന്നാ പയ്യ ഊരി എടുക്കുമ്പോൾ ഒന്നും തിരിയില്ല. അങ്ങനെ കിട്ടണ്ട. 5 മണിക്കൂറാണ്. രാത്രി 10 മണിക്കേക്ക് 10 മണിയോടെ ഇരിക്കും. അവിടെ ഇരുന്നോ? ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് 1.5 കിലോ മീൻ വരും. രാവിലത്തെ 10 അല്ല, രാത്രിത്തെ 10 മണിയാണ്. ഗൈസ് നമ്മളെ സയ്യറിന്റെ മക്കൾ വന്നിട്ടുണ്ട് ഗൈസ്. എച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഉറപ്പൊന്നുമില്ല. മീനെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കാണ്, അടി ഒഴുക്കുണ്ട്. അതുകൊണ്ട് വല ഇട്ടിട്ടുണ്ട് 2 എണ്ണം. ഏതായാലും കിട്ടിയാൽ കൂട്ടി, അല്ലെങ്കിൽ ചട്ടി. ഇതാണ് അവസ്ഥ. ഓക്കെ, കിട്ടിയാൽ എന്തായാലും കാണിച്ചു തരും. അപ്പോൾ ഗൈസ് എല്ലാവരും കൂടി പിടിച്ചു വലിക്കും ഗൈസ്. ഇവർക്കെല്ലാം എത്ര മീൻ വെച്ചുകൊണ്ട് 1 മതി. കിട്ടിയ കൂട്ടിയാണേ. നനയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. മീൻ പിടിക്കാൻ പോയിട്ട് തണുത്ത് വറക്കുന്നത്. വല എടുക്കലാണ്. വേദാറാണ്ട സാധനമുണ്ട്. 2 സാധനത്തിനെ കിട്ടിയിട്ട് ഒരു വലയിൽ 2 എണ്ണം കുടിച്ചിട്ടുണ്ട്. അടുത്ത വലയിൽ നോക്കാം. ചെറിയൊരു മഴയെല്ലാം വന്നുകൊണ്ട് ഒരു ഒലിപ്പ് കൂടി അതുകൊണ്ട് എടുക്കേണ്ടി വന്നു. വല പെട്ടെന്ന് തന്നെ എടുക്കേണ്ടി വന്നു. ഇതിന് വെള്ളല്ലേ? കണ്ട് അപ്പോൾ അതിലുള്ള ഇതിൽ ആകെ 2 എണ്ണേ കുടുങ്ങിയിട്ടുള്ളൂ. എടുത്തു 2 എണ്ണം എടുത്തു. 2 എണ്ണ തന്നെ. അത് വല പൊങ്ങിപ്പോയി. നല്ല കമ്പും ഇതെല്ലാം വന്നിരുന്നു. അതുകൊണ്ട് അടിച്ചിട്ട്
ആ വല പൊങ്ങിപ്പോയി. അതാണ് ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് ഈ രണ്ടെണ്ണം ഇതും അടുത്ത വല എടുക്കാം. അടുത്തവിടെ പോയി അടുത്ത വലയിലേക്ക് ഒന്നും കൂടി ഉണ്ട്. ഇതാ അടുത്ത വലയിലേക്ക് അടുത്ത വല എടുക്കാം. അടുത്ത വലയിൽ ഒന്നുണ്ട്. അങ്ങനെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. അതൊരു ചപ്പാണ്. ഇപ്പം മുടിഞ്ഞതാണ്. ഒരുപാട് കച്ചറകൾ. മഴ വരുന്ന നല്ലോണം കച്ചറുണ്ട് അല്ലേ. ഒരെണ്ണം പടക്കണേ. അതാണ് കിട്ടുന്നത്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ മഴ ചതിച്ചില്ല. മഴയില്ലാത്ത സമയത്ത് വരണ്ട. അഞ്ചാറെണ്ണേ ഉള്ളൂ അല്ലേ. മൊത്തത്തിൽ വല പണിയാക്കി. ഉടക്ക് വല ഉടക്കിയിട്ടേ ഉള്ളൂ അല്ലേ. മീനിന് കയറാനുള്ള സ്ഥലം കൊടുത്തില്ല. വല മൊത്തം തിന്നു. ഗൈസ്, വല മൊത്തം ഓട്ടയായതുകൊണ്ട് ദൂരെ പോയി. അപ്പോൾ കുറുക്കാനോട് പറഞ്ഞാൽ നിങ്ങളെ ബലയൊന്നും തരുമോ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വേണം, അത് മൊത്തം ഓട്ടയാവാനാണ്. വലിയ ഓലയൊക്കെ വന്നിട്ട് ഓല ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ. ഇതാകെ ഒന്ന് ഓല നമ്മളെയാ ഓലയാ നമ്മളത് ഓല എല്ലാവരും ഉണ്ട്. നല്ലൊരു കുറച്ച് ടൈമുള്ള സമയത്തൊന്നും ഇടാം. തൽക്കാലം നീന്ത മഴ പറഞ്ഞ സമയത്ത് ഇതണ്ട വലിയ കൊമ്പെല്ലാം വന്നിട്ട് ഇതാണ് അവസ്ഥ. ആ വലൻ്റെ തലഭാഗമുണ്ടോ. ഇനി കയറണമെങ്കിൽ വല ഒന്ന് നിൽക്കാൻ സമയം കൊടുക്കണ്ട. അതുപോലെ ഒരുപാട് കച്ചറകൾ ഒതുങ്ങിക്കൊണ്ട് വല പൊങ്ങിപ്പോയി. രക്ഷയില്ല. നമ്മൾ വിചാരിച്ച പണി നടന്നില്ല. എന്താ ഗൈസ്, മീനുണ്ട്. അപ്പോൾ കാണിക്കടാ. ഇതുപോലെ കൊള്ളി ഇതൊക്കെ ഇതിൽ വന്ന സാധനം എവിടെ നമുക്ക് മീനിന് കിട്ടണ്ടേ. അതുകൊണ്ട് നിരാശ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും. അതെ, ട്രൈ ചെയ്യും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രയൽ മാത്രമാണ്. അടുത്ത നമുക്ക് എന്തായാലും പിടിക്കാം. നമ്മളിത് എത്ര നിരാശ കഴിഞ്ഞതല്ല. അതെല്ലാം അതൊന്നൊരു വലിയ നിരാശയില്ല. ഇതൊരു നിരാശയൊന്നുമല്ല. കഷ്ടപ്പെട്ട മാത്രം കഷ്ടപ്പാടിന് മോശമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ മീനിൻ്റെ അവസ്ഥ. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള മീനിനെ പിടിച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. എടുക്കുന്നു. എടുക്കുക.
ഏതായാലും ഇല്ലപ്പാ ഫുള്ള് കച്ചറ കുടുങ്ങിയിട്ട് നല്ല ഓലയൊക്കെ വന്ന് വലയിലും പൊക്കി കളഞ്ഞിന്. മസാലയെല്ലാം മാറ്റി വെച്ചാൽ അതന്നെ, അല്ലെങ്കിൽ ഒരുപാട് മീൻ കിട്ടേണ്ട സമയം കഴിഞ്ഞ്. കഴിക്കാനുള്ള മസാലയെല്ലാം മാറ്റി വെച്ചാൽ ചില ചെറിയതല്ലേ, വലിയ വലിയ കടുങ്ങാലിയെല്ലാം ഉണ്ടായിട്ട് അതൊന്നും കിട്ടിയില്ല. നമുക്ക് തോന്നുന്നു കുറച്ചും കൂടെ വലിയ കണ്ണി വേണം ആ വലുത് കിട്ടണമെങ്കിൽ അല്ലേ. രണ്ടെണ്ണം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മൾ ട്രയൽ നടത്തിയതാണ്. നമ്മൾ വല കെട്ടി അതിന് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയതാണ്. സാധാരണ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇന്ന് അടി നല്ല ഒഴുക്കുണ്ടായിരുന്നു. അടി ഒഴുക്കുണ്ടാകുമ്പോൾ വല നിൽക്കില്ലല്ലോ. അപ്പോൾ അടിയിൽ കല്ലൊക്കെ വെച്ച് വലത്തെ, പക്ഷേ ഇതെന്നാലും പിന്നെ കച്ചറയൊക്കെ വന്ന് ഓലയൊക്കെ വന്നിട്ട് അടി പിന്നെ വലിച്ചു കളഞ്ഞ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വല പൊങ്ങിപ്പോയി, മീനെ കിട്ടിയില്ല. 2-3 മീനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല രീതിയിലൊരു മീനിനെ പിടിച്ചിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. അതിന് മുന്നേ നമുക്ക് ഒരു വിമാനം, വീട്ടിൻ്റെ മുകളിലേക്ക് കൂടി ഒരു വിമാനം വരുന്നുണ്ട്, അതൊന്ന് കാണിച്ചിട്ട് നിർത്താം. അങ്ങോട്ടാണ് എയർപോർട്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.